സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S6 ലൈറ്റ് 2024 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പഴയ കുറേ വെർഷൻസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പുതിയൊരു വെർഷനാണ്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് S6 ലൈറ്റ് 2024 എന്ന ടാബിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. റെസൊല്യൂഷൻ വരിക 2000x1200 ആയിരിക്കും. പിന്നെ ഇതിൽ LCD പാനലായിരിക്കും വരിക. AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു ടാബ് 36,200 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് ആയിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ Exynosൻ്റെ 1280 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് തിരക്കേടില്ലാത്ത സാംസങ്ങിൻ്റെ തന്നെ ഒരു പ്രോസസ്സറാണ്. പക്ഷേ 36,200 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നും ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റ് 4GB റാമും 64GB ഇൻറ്റേർണലും വന്നേക്കാം. 4GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഒരു ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 8 മെഗാപിക്സൽ ക്യാമറ സെൻസർ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. പിന്നെ പൊതുവെ ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ബാറ്ററിയുടെ കാര്യത്തിൽ 7040 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വന്നേക്കാം. പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വന്നേക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില €400 പ്രൈസിങ്ങിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 36,200 രൂപ പ്രൈസ് റേഞ്ചിൽ. 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില €450 എന്ന പ്രൈസിങ്ങിൽ വന്നേക്കാം. അതായത് 40,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ പ്രൈസിങ്ങിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര മികച്ച ഫീച്ചേഴ്സാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞിട്ടുള്ളത് അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നുമല്ല, അതുപോലെ തന്നെ അത്ര മികച്ചൊരു പ്രോസസ്സറും അല്ല. തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ അത്രേ ഉള്ളൂ. ഭയങ്കര അടിപൊളി ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നില്ല. നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസിങ്ങിൽ ഇത് അത്ര മികച്ചൊരു ടാബ് ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ് ലോഞ്ച് ചെയ്യുമ്പോൾ വില ചിലപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞേക്കാം. ചിലപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും സാംസങ്ങിൻ്റെ സാംസങ് ടാബ് S6 ലൈറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.